യേശുവിൻ അമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ? ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ? യേശുവിൻ അമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ? ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ? എൻ്റെ നല്ല അമ്മ എന്ന ശാലോം പ്രോഗ്രാമിലൂടെ പരിശുദ്ധ കന്യകാ മറിയം എത്രമാത്രം എൻ്റെ വ്യക്തി ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയെന്നും ഈ അമ്മയുടെ പ്രത്യേക സംരക്ഷണം എൻ്റെ ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ എനിക്ക് എന്തുമാത്രം തുണയായി എന്നും എല്ലാവരോടും പങ്കുവെക്കുവാൻ ഈശോ തന്ന ഈ അവസരത്തെ ഓർത്ത് കർത്താവിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഞാൻ CMI സന്യാസ സഭാ സമൂഹത്തിലെ അംഗമായ പോൾ വടക്കുമുറി എന്ന വൈദികൻ ഇന്ന് കുമരകത്ത് മരിയൻ വചനതീരം എന്ന ധ്യാന ശുശ്രൂഷ ഭവനത്തിൻ്റെ ആത്മീയ നേതൃത്വം വഹിക്കുമ്പം അമ്മയുടെ തണലിൽ ജീവിച്ച എൻ്റെ ജീവിതത്തിലെ നാൾവഴികളെ ഈ നിമിഷം ഞാൻ ധ്യാനപൂർവം എൻ്റെ മനസ്സിൽ അയവിറക്കുന്നു. സ്നേഹത്തിൻ്റെ സമൃദ്ധി നിറഞ്ഞ എന്നാൽ ദാരിദ്ര്യത്തിൻ്റെ അകമ്പടി സേവിച്ച ഒരു കുടുംബത്തിലാണ് ഞാൻ പിറന്നത്. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഒത്തിരി സ്നേഹത്തോടെ തങ്ങൾക്ക് ദൈവം നൽകിയ 8 മക്കളെയും കരുതലോടെ ദൈവത്തോട് ചേർത്ത് വളർത്താൻ നിരന്തരം പരിശ്രമിച്ചവരായിരുന്നു. അപ്പൻ്റെ ഓരോ ദിവസവും ലഭിക്കുന്ന വരുമാനത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിച്ച ഒരു കുടുംബം ദൈവാശ്രയത്വത്തിൻ്റെ ശക്തിയിൽ മാത്രമേ മുൻപോട്ട് പോവുകയുള്ളൂ എന്ന് വളരെ വ്യക്തത മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഞങ്ങളുടെ ഇടവക ദേവാലയം ഫാത്തിമ മാതാവിന് സമർപ്പിക്കപ്പെട്ട ആ പരിശുദ്ധ ദേവാലയത്തിൻ്റെ പരിസരത്തോട് ചേർത്ത് ഞങ്ങളെ നിരന്തരം വളർത്തുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഞാൻ പ്രത്യേകം മനസ്സിലെപ്പോഴും അയവിറക്കുന്ന ഒരു കാര്യമാണ്, കുഞ്ഞുനാളിൽ ഓർമ്മ വെച്ച നാൾ മുതൽ ഇടവക ദേവാലയത്തിലെ ഓരോ ദിവസത്തെ ദിവ്യബലിയിൽ നിർബന്ധിച്ച് ഞങ്ങളെ പറഞ്ഞയക്കുന്ന പ്രിയപ്പെട്ട അമ്മ. സ്കൂളിൽ പഠനം ആരംഭിച്ച സമയം പ്രത്യേകം ഓർമ്മിക്കുമ്പം ക്ലാസ്സുകളില്ലാത്ത എല്ലാ ദിവസങ്ങളിലും നിർബന്ധപൂർവ്വം ഇടവക ദേവാലയത്തിൽ ഞങ്ങളെ സ്നേഹത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ച് അമ്മ പറഞ്ഞു വിടുമ്പം ആ നിമിഷങ്ങൾ മുതൽ പരിശുദ്ധ അമ്മ മറിയത്തോടുള്ള നിർമ്മല ബന്ധത്തിൽ ഞങ്ങളുടെ ഹൃദയം, ഞങ്ങളുടെ ജീവിതം കൂട്ടിക്കെട്ടപ്പെടുകയായിരുന്നുവെന്ന് ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പം എനിക്ക് പങ്കുവെക്കാൻ പറ്റും. ഈ അമ്മയുടെ സന്നിധിയിൽ അമ്മയോട് ചേർന്ന് വളർന്നതുകൊണ്ടാവാം ജീവിതത്തിൽ നിർണായക ഘട്ടങ്ങളിൽ ഇത്തിരി സങ്കടം, കണ്ണീർ മഴ ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോഴും തകർന്നു പോകാതെ, ഉലഞ്ഞുവെങ്കിലും ജീവിതം നഷ്ടപ്പെട്ടു പോകാതെ ഈ പരിശുദ്ധയായ അമ്മയുടെ കൈപിടിച്ച് മുമ്പോട്ട് പോകാൻ സാധിച്ചത്. എൻ്റെ ബാല്യം വളരെ സന്തോഷത്തിൻ്റെ നാളുകൾ സമ്മാനിച്ച ഒത്തിരി ഓർമ്മകൾ മനസ്സിലുണ്ട്. ദാരിദ്ര്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലുണ്ടെങ്കിലും എല്ലാം ആവർത്തിച്ച് പങ്കുവെച്ച് ഓരോ പ്രഭാതത്തിലും പ്രിയപ്പെട്ട അപ്പൻ വിളമ്പിത്തരുന്ന കുഞ്ഞ് റസ്കിൻ കഷണങ്ങൾ കുഞ്ഞുങ്ങൾ
സ്നേഹത്തോടെ പങ്കുവെക്കുകയും അതിൻ്റെ മധുരം പരസ്പരം നുണയുകയും ഓരോ രാത്രിയിലും പരിശുദ്ധ അമ്മ മറിയത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ജപമാല അർപ്പിക്കുകയൊക്കെ ചെയ്ത നല്ല ഓർമ്മകൾ വീടിനെക്കുറിച്ചുള്ള ഏറ്റവും മധുരതരമായ ഹൃദയത്തിൽ തങ്ങി നിർത്താൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ജീവിതം എപ്പോഴും ഒന്നുപോലെ അല്ല എന്ന്, ചില നേരങ്ങളിൽ ജീവിതത്തിന് തകിടം മറിച്ചിലുകൾ ഉണ്ടാകുമെന്ന്, അപ്പോഴും തമ്പുരാൻ കൂടെ ഉണ്ടാകുമെന്ന് ഓർമ്മ തന്ന നാളുകളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. അപ്പൻ്റെ ഏക വരുമാനം മാത്രം കുടുംബത്തിൻ്റെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് സംരക്ഷണമായി നിന്ന കാലയളവിൽ കുടുംബത്തിന് മുഴുവൻ വലിയ ദുഃഖം തന്നുകൊണ്ട് സ്നേഹം മാത്രമായ അപ്പൻ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് എനിക്ക് 10 വയസ്സുള്ളപ്പം ആരോടും ഒരു യാത്ര പോലും പറയാതെ പെട്ടെന്നുണ്ടായ ഹൃദയസ്തംഭനത്തിൽ ഞങ്ങൾ 8 മക്കളെയും പ്രിയപ്പെട്ട അമ്മയെയും തനിച്ചാക്കി യാത്ര പോകുമ്പം പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ, ഇനി എന്തു ചെയ്യുമെന്നുള്ള വലിയ പ്രതിസന്ധി ഞങ്ങളുടെ കുടുംബത്തിൽ നിറയപ്പെട്ടു. ഒരു കുടുംബം വല്ലാതെ തീർന്നു പോകാൻ സാധ്യതയുള്ള സാഹചര്യം. പക്ഷേ ഇവിടെ ഇന്ന് ഞാൻ വിശ്വസിച്ചേറ്റ് പറയുകയാണ്, ഏറ്റവും പ്രിയപ്പെട്ട അമ്മ മറിയം ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥ ഞങ്ങളുടെ വീട്ടിലേക്ക് തീർച്ചയായും വന്നു. പ്രിയപ്പെട്ട ഞങ്ങളുടെ ചേച്ചിയുടെ വ്രതസമർപ്പണവും ഉടുപ്പിടിയിലും ഒക്കെ കാണുവാനായി അതിനുവേണ്ടി പ്രാർത്ഥിച്ച് നോക്കിയിരുന്ന അപ്പനാണ് ഈ വ്രതസമർപ്പണത്തിൻ്റെ 6 മാസങ്ങൾക്ക് മുമ്പ് തമ്പുരാൻ്റെ നിത്യവസതിയിൽ കർത്താവിൻ്റെ സന്നിധിയിലിരുന്നു കൊണ്ട് ചേച്ചിയുടെ ഉടുപ്പിടിയിൽ കാണുവാൻ വേണ്ടി യാത്ര പോയത്. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടതുപോലെ കുടുംബം ഉലഞ്ഞ സമയത്ത് ജീവിത പങ്കാളിയെ ഈ ഭൂമിയിൽ വെച്ച് വളരെ നേരത്തെ തന്നെ നഷ്ടപ്പെട്ട ഒരമ്മ, അതിൻ്റെ നൊമ്പരം നന്നായി അറിയാവുന്ന ഒരമ്മ ഞങ്ങളുടെ വീട്ടിൽ എത്തുകയും ഞങ്ങൾക്കാവശ്യമായ പ്രത്യേകമായ കരുതലും ശക്തിയുമൊക്കെ തന്ന് ഞങ്ങളെ വീണ്ടും മുമ്പോട്ട് നയിക്കുകയും ചെയ്തു. ഇന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്, ഈ അമ്മയുടെ കാരുണ്യം ഇല്ലായിരുന്നുവെങ്കിൽ വല്ലാതെ ജീവിതം മറ്റൊരു രീതിയിൽ നഷ്ടപ്പെട്ടു പോകാമായിരുന്നു. അത്രമാത്രം ഭാരപ്പെടുത്തുന്ന സങ്കടങ്ങൾ ആ കാലയളവിൽ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു. എൻ്റെ സെമിനാരി പ്രവേശനം വലിയ സ്വപ്നമായി എൻ്റെ മനസ്സിൽ 5ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ സമയം മുതൽ എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുന്ന എൻ്റെ വ്യക്തി ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ്. ഈ സ്വപ്നം അതിൻ്റെ മനോഹരമായ ഒരു സമയത്ത് പൂർത്തീകരിക്കുമെന്നും ഈശോയുടെ ബലിവേദിയിലെ ഒരു പുരോഹിതനായി ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് എനിക്ക് അവസരം തരുമെന്നും പ്രതീക്ഷിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ് കാത്തിരിക്കുന്ന സമയത്താണ് വലിയ സങ്കടം എന്നതുപോലെ പ്രിയപ്പെട്ട അമ്മയും ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് യാത്ര പോകുന്നത്. ഈ നിമിഷങ്ങളിൽ എനിക്ക് പങ്കുവെക്കാൻ പറ്റും, എൻ്റെ പദ്ധതികളെല്ലാം പെട്ടെന്നില്ലാതാകുന്നത് പോലെ സെമിനാരിയിൽ പോകാനുള്ള സാഹചര്യം വീടിൻ്റെ പ്രത്യേക സാഹചര്യം കൊണ്ട് നഷ്ടപ്പെടുകയും വീട്ടിൽ എൻ്റെ ഇളയ സഹോദരിക്ക് കൂട്ടുനിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ആ ഇളയ പെങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹോദരനായി അപ്പൻ്റെ സ്ഥാനത്ത്, അമ്മയുടെ സ്ഥാനത്ത്, ഒരു കൂട്ടുകാരൻ്റെ സ്ഥാനത്ത് ഒക്കെ ഒപ്പം നിന്ന് ആ കുഞ്ഞു പ്രായത്തിൽ അവൾക്ക് എല്ലാ വിധത്തിലുള്ള സംരക്ഷണം തന്ന് 2 വർഷം ഞാൻ എൻ്റെ ഭവനത്തിൽ തന്നെ പ്രീ ഡിഗ്രി കാലയളവിൽ ചെലവഴിക്കുമ്പം അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ട അമ്മ മറിയം എന്നെ നോക്കുന്നുണ്ടായിരുന്നു, എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ CMI സന്യാസ സഭാ സമൂഹത്തിൽ പരിശുദ്ധ കർമ്മല അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ട സന്യാസ സഭയിൽ അംഗമാകുവാനുള്ള പ്രത്യേകമായ ഇടപെടലുകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഞാൻ ധ്യാനിക്കുമ്പം എല്ലാം ഒരു അത്ഭുതം പോലെയായിരുന്നു.
നനച്ചിരിക്കാത്ത സമയത്ത് ലഭിച്ച ഒരു ഇല്ലൻ്റ് ലെറ്റർ കാർഡിൽ വന്ന ക്ഷണക്കത്ത് എൻ്റെ ജീവിതത്തെ വ്യത്യസ്തപ്പെടുത്തുകയും ചെത്തിപ്പുഴയിലുള്ള ഞങ്ങളുടെ മൈനർ സെമിനാരിയിൽ ആദ്യമായിട്ട് വന്ന സമയമൊക്കെ ഞാൻ ഓർമ്മിക്കുകയാണ്. ആ സെമിനാരിയിൽ വന്ന ആ സമയത്ത് എൻ്റെ ജീവിതത്തിലുണ്ടായ അമ്മ മറിയം പ്രത്യക്ഷമായിട്ട് എന്നെ സഹായിച്ച ഒരു കുഞ്ഞു സംഭവം എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. പ്രീ ഡിഗ്രി കാലം ജീവിതത്തിൻ്റെ പ്രാരാബ്ധത്തിൻ്റെ നടുവിലും ശ്രദ്ധക്കുറവ് കൊണ്ടും ഒക്കെ പഠനത്തിൽ അല്പം പിന്നോക്കം പോയ ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ പ്രീ ഡിഗ്രിയെക്കുറിച്ച് പറയുമ്പം പൊതുവായി എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, സബ്ജക്റ്റ് കിട്ടിയില്ല, മെയിൻ പോയി. അങ്ങനത്തെ ഒരു കാലത്ത് പ്രീ ഡിഗ്രിയുടെ റിസൾട്ട് അറിയാതെ സെമിനാരിൽ പ്രവേശിച്ച ഞാൻ എല്ലാ വിധത്തിലും ഭയചകിതനായിരുന്നു. എൻ്റെ റിസൾട്ട് മറ്റൊരവസ്ഥയിലായാൽ എനിക്ക് മുൻപോട്ട് പോകാനുള്ള സാധ്യത അടയുമെന്ന് അറിയാവുന്ന ഞാൻ അമ്മ മറിയത്തെ മുറുകെ പിടിക്കുകയും ആ കാലയളവിൽ വല്ലാതെ കണ്ണുനീരോടെ എന്നെ മുമ്പോട്ട് പോകാനുള്ള അവസരം തന്ന് സഹായിക്കണേ അമ്മയെന്ന് പലവട്ടം പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്ഭുതമെന്നോളം ആ കാലയളവിൽ സംഭവിക്കാത്ത എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ മാർക്ക് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ അത്ഭുതം എന്നോളം ഞാൻ സെമിനാരിയിൽ എൻ്റെ പഠനം തുടങ്ങിയതിന് ശേഷം ഏകദേശം 3 ആഴ്ചയ്ക്ക് ശേഷമാണ് എൻ്റെ റിസൾട്ട് വരുന്നത്. ആ റിസൾട്ട് അന്ന് ഫോൺ വിളിച്ച് വീട്ടിൽ നിന്ന് പറയുമ്പം ഉച്ചനേരത്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ എത്തുമ്പം ഞങ്ങളുടെ വൊക്കേഷൻ പ്രൊമോട്ടറായിരുന്ന അച്ഛൻ പോള് പ്രീ ഡിഗ്രി പരീക്ഷയ്ക്ക് ജയിച്ചു, വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു എന്ന് പറയുമ്പം ഞാൻ വല്ലാതെ പരിസരം പോലും മറന്ന് ഓടിച്ചെന്ന് അച്ഛനെ അശ്ലേഷിച്ച് മുത്തം കൊടുത്തത് ഞാൻ ഓർമ്മിക്കുക. അമ്മ മറിയം എങ്ങനെ മക്കളെ സംരക്ഷിക്കുമെന്ന് അതെൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച സമയമാണ്. അതിനുശേഷം ഞാൻ ഓർമ്മിക്കുന്നുണ്ട്, അമ്മയും അപ്പനുമൊക്കെ സെമിനാരി കാലയളവിൽ ആവർത്തിച്ച് ഈ സെമിനാരിയിലുള്ളവരെ കാണാൻ വരുമ്പം അങ്ങനൊരു സാധ്യത എൻ്റെ മുമ്പിലില്ല. അമ്മയുടെ അപ്പൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു ആശീർവാദ പ്രാർത്ഥനയൊക്കെ നിർവഹിക്കുമ്പോഴും എൻ്റെ മുമ്പിൽ അവരില്ല. പക്ഷെ ഞാൻ അറിയുന്നു അമ്മ മറിയം അവിടെയെല്ലാം നിശബ്ദ സാന്നിധ്യമായി എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ നിർണായക സമയങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ ഇടപെടുന്ന അനുഭവം പല ആവർത്തി അനുഭവിക്കുവാൻ ഇടവന്നിട്ടുണ്ട്. നല്ലൊരു വഴികാട്ടിയായി, ജീവിതത്തിൽ പ്രത്യേകമായ ആവശ്യങ്ങളുള്ള സമയങ്ങളിൽ ഇടപെടുന്ന അമ്മയായി അമ്മ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അനേക സംഭവങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. എൻ്റെ പഠനവുമായി ബന്ധപ്പെടുത്തി 2 സംഭവങ്ങൾ ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. ഒന്ന്, എൻ്റെ ഡിഗ്രി പഠന കാലയളവിൽ എൻ്റെ സിദ്ധികൾക്കും കഴിവുകൾക്കുമൊക്കെ അപ്പുറം നല്ല ഫലം തന്ന് എന്നെ അനുഗ്രഹിച്ച അമ്മയെ എനിക്ക് അനുഭവിക്കുവാൻ പല ആവർത്തി അമ്മ കൃപ തന്നു. പ്രത്യേകിച്ച് ഞാൻ ഓർമ്മിക്കുന്ന ഒരു കൊച്ചു സംഭവം, എൻ്റെ പരീക്ഷാ ദിനങ്ങളിൽ എനിക്ക് വേണ്ടി നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പ് തന്ന ഒരു സന്യാസ ശ്രേഷ്ഠതയുള്ള ഒരു സഹോദരി. പ്രായമുള്ള ഈ സഹോദരിയുടെ ജീവിതത്തിലെ ആത്മീയ സമ്പാദ്യമായി അവൾ കണ്ടത് ജപമാലയായിരുന്നു. ഈ പ്രിയപ്പെട്ട അമ്മ എനിക്ക് തന്ന ഒരു ഉറപ്പാണ്, അച്ഛൻ പരീക്ഷ എഴുതുന്ന സമയത്ത് ഞാൻ നിശ്ചയമായിട്ടും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. എൻ്റെ ഡിഗ്രി പരീക്ഷയുടെ 3 മണിക്കൂറുകൾ നീളുന്ന പരീക്ഷയുടെ മുഴുവൻ സമയവും ഈ അമ്മ എനിക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലം എന്നോളം എൻ്റെ ഡിഗ്രി റിസൾട്ട് വന്നപ്പോൾ ഉന്നതമായ വിജയം തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചത് എനിക്ക് അനുഭവിക്കുവാൻ ഇടവരികയും അതെൻ്റെ പഠനത്തിൻ്റെ മികവിൻ്റെ തലത്തിലപ്പുറം ദൈവത്തിൻ്റെ കാരുണ്യമായിട്ട് എനിക്ക് വായിച്ചെടുക്കുവാൻ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം എന്നെ സഹായിക്കുകയും ചെയ്തു. അതോടൊപ്പം ഇതിലേറെ അത്ഭുതം പോലെ തോന്നുന്ന ഒരു സംഭവം എൻ്റെ പഠനവുമായി ബന്ധപ്പെടുത്തി എൻ്റെ തിയോളജി പഠന കാലയളവ്. തിയോളജി പഠന ക്ലാസ്സിൽ ഞാൻ 1ാമത്തവനോ 2ാമത്തവനോ ഒന്നും അല്ലായിരുന്നു. അതിൻ്റെ മാർക്കിൻ്റെയൊക്കെ പൊതു ശതമാനം നോക്കിയാൽ 15ാമതോ 18ാമതോ ഒക്കെ ആയിട്ടുള്ള നിലയിൽ മാത്രമേ എൻ്റെ പഠനത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി ഉയർന്നു നിന്നിട്ടുള്ളൂ. പക്ഷേ ഞങ്ങളുടെ സെമിനാരി പഠന കാലയളവിൻ്റെ അവസാനം എന്നോളം സെമിനാരിയിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 പരീക്ഷകളാണ് മോറൽ തിയോളജി വൈവ
എല്ലാ വിഷയങ്ങളും ചേർത്ത് വെച്ചിട്ടുള്ള കോംപ്രിഹെൻസീവ് വൈവ. ഈ 2 വൈവ പരീക്ഷകൾക്ക് മുമ്പ് എനിക്ക് ഇതുപോലൊരു ഉറപ്പ് പ്രാർത്ഥിക്കുന്ന ഒരമ്മ എനിക്ക് തന്നിരുന്നു. ഞാൻ വാർഡിൽ ശുശ്രൂഷയ്ക്ക് സഹായിക്കാൻ പോകുന്ന ഒരു സ്ഥലത്തെ ഒരമ്മ നന്നായി ജപമാല ചൊല്ലുമെന്ന് അറിഞ്ഞ സമയം മുതൽ ഞാൻ ഈ സഹോദരിയോട് പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഈ 2 പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് മുമ്പും ഈ അമ്മയോട് പറഞ്ഞു, എനിക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഈ അമ്മ അത് മുഴുവൻ മനസ്സോടുകൂടി ഏറ്റെടുത്തു. ഞാൻ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിൽ ഏറ്റു പറയുകയാണ്, ഏറ്റവും നിർണായകമായ സെമിനാരിയിലെ ഈ 2 പരീക്ഷയിലും അമ്മ മറിയത്തിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്തോട് ചേർന്ന് എനിക്ക് വേണ്ടി ഒരാൾ മാറിയിരുന്ന് പ്രാർത്ഥിച്ചപ്പം അതിൻ്റെ അടയാളം എന്നോളം ഈ 2 പരീക്ഷയ്ക്കും എൻ്റെ കഴിവിനപ്പുറമുള്ള വില എനിക്ക് തന്ന് ദൈവം എന്നെ സഹായിച്ചു. 2 പരീക്ഷകൾക്കും ഫസ്റ്റ് റാങ്ക് മേടിക്കുവാൻ. അത് അമ്മ മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിൻ്റെ വലിയ മഹത്വമാണെന്ന് അറിയുവാൻ, അതിലൂടെ അമ്മ മറിയത്തിൻ്റെ വലിയ മാധ്യസ്ഥത്തെ ഉയർത്തിക്കാട്ടി അമ്മ എല്ലായിടത്തും പ്രഘോഷിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. ഈ 2 കുഞ്ഞു സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ അമ്മ മറിയം എത്രമാത്രം എന്നെ വിലമതിച്ച് എന്നെ സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കാരണമായ 2 സംഭവങ്ങളാണ്. അതോടൊപ്പം എനിക്ക് തീർച്ചയായും പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം, എൻ്റെ സെമിനാരി കാലയളവിൽ പല സാഹചര്യങ്ങൾ കൊണ്ട് വഴിതെറ്റിപ്പോകാനൊക്കെയുള്ള സാധ്യതകളൊക്കെ ഉള്ള സമയങ്ങളിൽ അമ്മ കുടനിവർത്തി നിന്ന് അമ്മ കൈപിടിച്ചു മാറ്റി എന്നെ വഴി നടത്തിയത് അനുഭവിക്കുവാൻ എനിക്ക് ചില പ്രത്യേക സംഭവങ്ങളിലൂടെ ഇടവന്നിട്ടുണ്ട്. ആ അമ്മയുടെ കൈപിടിക്കുന്ന സ്നേഹമാണ് പൗരോഹിത്യത്തിൻ്റെ വിശുദ്ധ വഴികളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോയതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ സമയത്ത് അവിടെ ഒരു അമ്മയായി എൻ്റെ അമ്മയ്ക്ക് പകരം തീർച്ചയായും പരിശുദ്ധ കന്യകാ മറിയം തന്നെ വന്നു നിന്നതുകൊണ്ടാണ് അതിനുശേഷം എൻ്റെ ജീവിതം ഏതു വിധത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ടായപ്പം പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് തിരുവചന ശുശ്രൂഷയ്ക്ക് സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ച് മുമ്പോട്ട് പോകാൻ ഗുരുത്തി അമ്മയായ പരിശുദ്ധ അമ്മ മറിയം എന്നെ സഹായിച്ചു. അവൻ പറയുന്നത് ചെയ്യുക എന്ന് വളരെ വ്യക്തമായി എൻ്റെ ഹൃദയത്തിൽ ഓർമ്മ തന്നുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ, തമ്പുരാൻ്റെ തിരുവചനത്തിൽ സമ്പൂർണ്ണമായിട്ട് ജീവിതത്തെ അർപ്പിക്കുവാൻ അമ്മ മറിയം എന്നെ സഹായിച്ചു. തിരുവചനം ഓരോ സമയം ധ്യാനിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുമ്പം ഈ അമ്മയുടെ സാമീപ്യം എനിക്ക് അനുഭവിക്കുവാൻ ഈശോ ഇട തന്നിട്ടുണ്ട്. അമ്മയുടെ സാമീപ്യത്തിൻ്റെ മധുരം നുകർന്നുകൊണ്ടാണ് ഞാൻ ഓരോ സമയം തിരുവചന ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ വ്യത്യസ്തമായ ശുശ്രൂഷ ഇടങ്ങളിൽ ചെന്ന് നിന്നിട്ടുള്ളത്. ആത്മീയ ശുശ്രൂഷ വരങ്ങളുള്ള ചില വ്യക്തികളെങ്കിലും ചില നേരങ്ങളിൽ വളരെ വ്യക്തിപരമായി എന്നോട് സംസാരിച്ചപ്പം പങ്കുവെച്ച ഒരു കാര്യം, അച്ഛൻ തിരുവചന ശുശ്രൂഷ നിർവഹിക്കുന്ന സമയത്ത് അമ്മ മറിയത്തിൻ്റെ പ്രത്യേകമൊരു സാമീപ്യം ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് അനുഭവിക്കുവാൻ സാധിച്ചു. അതെന്നെ സംബന്ധിച്ച് ഒരടയാളം പോലെ അമ്മയുടെ സാമീപ്യത്തിൻ്റെ മധുരം നുകരുന്ന ഒരു സംഭവമായി എനിക്ക് കാണുവാനും അതിലൂടെ അമ്മയോടുള്ള വ്യക്തിപരമായ സ്നേഹ അടുപ്പത്തിൽ വളരുവാനും എനിക്ക് സഹായകമായി. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, എനിക്ക് പങ്കുവെക്കാൻ പറ്റുന്ന അമ്മ മറിയത്തിൻ്റെ സ്നേഹത്തിൻ്റെ മറ്റൊരു കുഞ്ഞു സംഭവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് പങ്കുവെക്കാൻ പറ്റുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നിർണായക സമയത്ത് എൻ്റെ ജീവിതം കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കൃപയിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സംഭവത്തിൻ്റെ മീതെ അമ്മ വന്ന് നിന്ന ഒരു സംഭവം. അതെൻ്റെ വ്യക്തിപരമായ ജീവിത അനുഭവമാണ്. അമ്മ വന്ന് നിന്ന് എന്നെ വഴിതിരിച്ചു വിട്ട് ഞാൻ ഏതു വഴിയാണ് മുമ്പോട്ട് പോകേണ്ടതെന്ന് വളരെ വ്യക്തമായ മാർഗരേഖ എനിക്ക് കാട്ടിത്തന്ന് എന്നെ സംരക്ഷിച്ച ഒരു സംഭവം എൻ്റെ മനസ്സിൽ പച്ചകെടാതെ ഈ സമയം നിൽക്കുന്നുണ്ട്. ചില നേരങ്ങളിൽ അതെനിക്ക് അല്പം ഭയം പോലും തരും. ദൈവമേ, ഇത്രമാത്രം ഈ അമ്മ എന്നെ അറിയുകയും കാണുകയും എനിക്ക് വഴികാട്ടിയായി എൻ്റെ മുമ്പിൽ നിൽക്കുകയും ചെയ്യുന്നുവല്ലോ. ഈ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കുമ്പം എനിക്ക് പറയാൻ പറ്റും, അമ്മ മറിയത്തോട് വ്യക്തിപരമായൊരു ബന്ധം നിങ്ങൾ സൂക്ഷിച്ചാൽ ഈ അമ്മ നമ്മളുടെ വഴികൾ തെറ്റാതെ നമ്മളെ സൂക്ഷ്മത്തോടെ ശ്രദ്ധയോടെ കരുതലോടെ കൈപിടിച്ചു നടത്തും. ഈ ഒരു വ്യക്തിപരമായ അനുഭവം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നിങ്ങളോട് പങ്കുവെക്കുമ്പം
എനിക്കമ്മ എൻ്റെ പ്രിയപ്പെട്ട ഗുരുത്തിയമ്മയാണെന്ന്. ഈ പ്രിയപ്പെട്ട അമ്മ എനിക്ക് മാർഗനിർദ്ദേശം തരുന്ന, എനിക്ക് കൃത്യമായ വഴികൾ നിശ്ചയിച്ചു തരുന്ന, സ്വർഗത്തിലേക്ക് തന്നെ എന്നെ എത്തിക്കുന്ന സ്വർഗത്തിൻ്റെ രാജ്ഞിയാണെന്ന് ഏറ്റുപറയുവാൻ സമർപ്പിതർക്ക്, പുരോഹിത ശുശ്രൂഷയിൽ ജീവിക്കുന്നവർക്ക് ഈ അമ്മയുടെ സാന്നിധ്യം നിരന്തരം ആവശ്യമുണ്ടെന്ന് ഞാൻ ഏറ്റുപറയുന്നു. എൻ്റെ പൗരോഹിത്യ സമർപ്പിത ശുശ്രൂഷാ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരൊറ്റപ്പെടൽ അനുഭവിക്കാതിരിക്കുവാൻ എനിക്ക് വലിയ കൂട്ട് അമ്മ മറിയത്തിൻ്റെ സംരക്ഷണമാണെന്ന് ഞാൻ ഏറ്റുപറയാൻ ആഗ്രഹിക്കുക. ഈ ഭൂമിയിൽ ഈശോയ്ക്ക് കൈപിടിച്ച അമ്മ, ഈശോ കൈവിട്ടു പോയപ്പോൾ വഴി തേടി അലഞ്ഞ് ഈശോയെ വീണ്ടും ചേർത്ത് പിടിച്ച അമ്മ, വഴിതെറ്റലുകൾക്ക് സാധ്യതയുള്ള എൻ്റെ ജീവിതത്തിന് നിരന്തര സംരക്ഷണമാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. കഴിഞ്ഞ 8 വർഷത്തെ പൗരോഹിത്യ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ ഏതെങ്കിലും വിധത്തിൽ ഈശോയുടേതായി ഇപ്പോഴും ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവകാശിനി സത്യത്തിൽ അമ്മ മറിയുമാണെന്ന് ഏറ്റുപറയാൻ ഞാൻ ആഗ്രഹിക്കുക. ജീവിതത്തിൽ സ്വാഭാവിക മനുഷ്യനെന്ന നിലയിൽ ഈ മണ്ണിൻ്റെ താല്പര്യങ്ങളിലേക്കൊക്കെ മനസ്സ് തിരിയുമ്പം അമ്മ മറിയത്തിൻ്റെ സാമീപ്യം എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ക്രിസ്തുവിൻ്റെ പുരോഹിതനാണ്, എൻ്റെ പ്രിയപ്പെട്ട മകനാണ്, എൻ്റെ തിരുക്കുമാരൻ്റെ പ്രിയപ്പെട്ടവനാണ്. ഈ ഓർമ്മപ്പെടുത്തലുകൾ എന്നെ വീണ്ടും ഈശോയിലേക്ക് നോക്കാൻ നിരന്തരം പ്രേരണയായിട്ട് എൻ്റെ ജീവിതത്തെ മാറ്റുന്നു. എനിക്കതുകൊണ്ട് തന്നെ ഈശോയിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉറപ്പായി അവരെ ഓർമ്മിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അമ്മ മറിയത്തിൻ്റെ കൈപിടിച്ച് ഈ ഭൂമിയിൽ നടക്കുക, ഒറ്റപ്പെടാതിരിക്കാൻ, വഴിതെറ്റാതിരിക്കാൻ, വഴിമാറി പോകാതിരിക്കാൻ, സ്വർഗത്തിലേക്കുള്ള പാതയ്ക്ക് മാർഗഭ്രംശം സംഭവിക്കാതിരിക്കാൻ ഉറപ്പുള്ള സംരക്ഷണം അമ്മ മറിയത്തോടുള്ള നിൻ്റെ ബന്ധമാണ്. എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ എനിക്കൊരു കാര്യം നിശ്ചയമായിട്ടും പറയാൻ പറ്റും. ഇന്ന് പൗരോഹിത്യത്തിന് ശേഷം 8 വർഷങ്ങൾ പൂർത്തീകരിക്കുമ്പം കർത്താവിൻ്റെ തിരുവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കപ്പെട്ട് മരിയൻ വചനതീരമെന്ന എളിയ ധ്യാന ശുശ്രൂഷ ഭവനത്തിൻ്റെ ആത്മീയ നേതൃത്വത്തിൽ ഞാൻ ശുശ്രൂഷ നിർവഹിക്കുമ്പം അമ്മ മറിയത്തിൻ്റെ വഴിനടത്തലുകളാണ് എന്നെ ഇന്ന് സമ്പൂർണ്ണമായും ഈശോയുടെ വചനത്തിന് സാക്ഷിയാകാൻ പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു സമർപ്പണത്തിലേക്ക് എന്നെ നയിച്ചത്. മാനുഷികമായി മറ്റു ചില ചിന്തകളിലൂടെ, മറ്റു ചില വഴികളിലൂടെ ഒക്കെ ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ നിർണായകമായ ചില സമയങ്ങളിൽ എൻ്റെ നിയോഗത്തെ ഓർമ്മിപ്പിച്ചും എൻ്റെ വഴികളെ എനിക്ക് പഠിപ്പിച്ചു തന്നും ഈ അമ്മ മറിയം എന്നെ വഴി നടത്തി. അതിൻ്റെ സ്നേഹവും നന്ദിയും അതിൻ്റെ ഒരു പ്രഘോഷണമായിട്ടാണ് എളിയ ധ്യാന ശുശ്രൂഷ ഭവനം ആരംഭിക്കുമ്പം വിശുദ്ധ ചാവറേച്ചൻ്റെ പാദം തൊട്ട മണ്ണിൽ വിശുദ്ധ ചാവറേച്ചൻ്റെ നാമകരണം നടന്ന ആ ഒരു വർഷത്തിൽ ആരംഭിച്ച ധ്യാന ശുശ്രൂഷ ഭവനത്തിന് സ്വാഭാവികമായിട്ടും സ്വീകരിക്കേണ്ട പേര് ചാവറ റിട്രീറ്റ് സെൻറ്റർ എന്നായിരിക്കണം. പക്ഷെ അതിനപ്പുറം വിശുദ്ധ ചാവറേച്ചന് ഏറ്റവും പ്രിയപ്പെട്ട ഈ സ്വർഗീയ അമ്മ ഈ ആലയത്തിൻ്റെ മധ്യസ്ഥയായി മുൻപിൽ നിൽക്കണമെന്ന് പ്രത്യേകമായ ഉൾപ്രേരണ ഈ അമ്മയോടുള്ള ബന്ധത്താൽ തന്നെ കർമ്മലയുടെ ഒരു സന്താനമാകുവാൻ ഭാഗ്യം കിട്ടി. ഞാൻ എൻ്റെ സഭാ കൂട്ടായ്മയിലെ മറ്റു വൈദികരുടെ ആ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പം വളരെ ശക്തമായ പ്രേരണ ആ ആലയത്തിന് പരിശുദ്ധ അമ്മയുടെ നാമം നൽകുക. അതിലൂടെ വിശുദ്ധ ചാവറേച്ചൻ കൂടുതൽ സന്തോഷിക്കും. എൻ്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഞാൻ പാദം തൊട്ട മണ്ണ് സമർപ്പിക്കുവാൻ വിശുദ്ധ ചാവറേച്ചൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങളുടെ ഉള്ളിൽ വളരെ ശക്തമായ പ്രേരണ തോന്നി. ഈ ആലയത്തിൻ്റെ ആ നാമകരണത്തിന് ശേഷം അമ്മ മറിയത്തിൻ്റെ നാമധേയത്തിൽ ആ ആലയം രൂപപ്പെട്ട സമയം മുതൽ അമ്മയുടെ സാമീപ്യവും അമ്മയുടെ ശക്തിദായകമായ ഒരു സംരക്ഷണവും ഈ ആലയം അനുഭവിക്കുക. സെപ്റ്റംബർ മാസത്തിൽ ഞങ്ങൾ ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുമ്പം അതിനൊരുക്കമായിട്ട് എന്ത് ചെയ്യണമെന്ന് ധ്യാനിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായ ഏറ്റവും വലിയ ചിന്ത തന്നെ അഖണ്ഡ ജപമാല ചൊല്ലി അമ്മ മറിയത്തിൻ്റെ സാമീപ്യത്തെ വല്ലാതെ ഈ ആലയത്തിന് വേണ്ടി ക്ഷണിക്കുക. കാരണം കാനായിലെ കല്യാണ വീട്ടിൽ നടന്ന അതേ അത്ഭുതം ഇന്നും
നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ സംഭവിക്കും. അമ്മ മറിയ ക്ഷണിക്കപ്പെട്ടിരുന്നു, ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലുകൾ ആ വീടിന് എന്തുമാത്രം ആശ്വാസം പകർന്നു. അമ്മ മറിയ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, ഈശോ അവിടെ ക്ഷണിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു ദുരന്ത ഭൂമികയായിട്ട് മാറാമായിരുന്നൊരു കുടുംബമാണ് ആഹ്ലാദത്തിൻ്റെ ആനന്ദ ഉത്സവങ്ങളിലേക്ക് മാറിയതെന്ന് അറിയുമ്പം, പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളിൽ വീഞ്ഞൊക്കെ വറ്റിപ്പോകും, വറ്റി വരണ്ടു പോകുന്ന ജീവിത സാഹചര്യങ്ങളുണ്ടാവും. അടയപ്പെടുന്ന വാതിലുകൾ നമ്മുടെ ജീവിതങ്ങൾക്ക് മുമ്പിൽ വീണ്ടും വിരിയും. പക്ഷേ അമ്മ മറിയം ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അമ്മ അവിടെ ഉണ്ടെങ്കിൽ അതിന് പരിഹാരകനായി ഈശോ എത്തും. കാരണം ഈ അമ്മ അത്രമാത്രം നമ്മളെ ഈശോയുമായി കൂട്ടി യോജിപ്പിക്കുന്നവനാണ്. ഈ ഭൂമിയിൽ ഈ ഒരു നിമിഷം എനിക്ക് പൂർണ്ണമായിട്ട് ഏറ്റുപറയാൻ പറ്റും, അമ്മയുടെ കരം പിടിച്ച് ജീവിക്കുന്ന ആരും നശിച്ചു പോവുകയില്ല. അമ്മയുടെ കരം പിടിച്ച് ജീവിക്കുന്ന ഒരാൾ പോലും ഒന്നുമില്ലായ്മയുടെ വക്കത്ത് മുമ്പോട്ട് പോകാൻ പറ്റാതെ ജീവിതം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവുകയില്ല. കാരണം അമ്മ കൈപിടിക്കും. നിർണായക സമയങ്ങളിലെല്ലാം അമ്മ കൈപിടിച്ച് നമ്മളെ പരിപാലിക്കും. കുറവുള്ള നമ്മളെ, പരിമിതിയുള്ള നമ്മളെ അമ്മ വളരെ വ്യക്തമായ മാർഗ്ഗരേഖയിലൂടെ ഈശോയിലെത്തിക്കും, സ്വർഗത്തിലെത്തിക്കും. സ്വർഗത്തിൻ്റെ രാജ്ഞിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം മക്കളെല്ലാം സ്വർഗത്തിൽ ഈശോടൊപ്പം ആയിരിക്കേണ്ടവരാണെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച അമ്മ മറിയത്തോടുള്ള വ്യക്തിപരമായ അടുപ്പവും ബന്ധവും എനിക്ക് വളരെ വ്യക്തമായിട്ട് സാക്ഷ്യം പറയാൻ ഒരു കാരണമായിട്ട് മാറുകയാണ്. ഈ അമ്മയുടെ കരം പിടിച്ച് യാത്ര ചെയ്യുന്നവർക്കെല്ലാം സ്വർഗത്തിൻ്റെ വിശുദ്ധ കവാടത്തിൽ അമ്മ സ്വീകരണം നൽകും. വിശുദ്ധ പാദ്രി പിയ ഓർമ്മിപ്പിക്കുന്ന കുഞ്ഞു കഥ പോലെ, ഈശോ ഒരു നാൾ സ്വർഗത്തിലൂടെ യാത്ര ചെയ്യുമ്പം കുറേ അപരിചിതരെ കാണുന്നു. പത്രോസിനോട് ഈശോ ഇങ്ങനൊരു ചോദ്യം, കൗതുകകരമായൊരു കഥയാണ്, ഇതൊക്കെ ആരാ? അപ്പോൾ പത്രോസ് പറയുന്നുണ്ട്, ഇത് നമ്മുടെ വിഷയമല്ല, ഇതെൻ്റെ വിഷയമല്ല, നിൻ്റെ വിഷയമല്ല, ഇത് പിന്നെ ആരുടെ വിഷയമാണ്? ഇത് അമ്മ മറിയത്തിൻ്റെ വിഷയമാണ്. അമ്മ മറിയം അവളോടുള്ള പ്രത്യേകമായ സ്നേഹത്തിൽ വല്ലാതെ ചേർന്ന് നിന്നവരെ ഏതൊക്കെയോ മറ്റേതോ വഴിയിലൂടെ ഈശോയുടെ അടുത്ത് എത്തിച്ചതാണ്. പ്രിയപ്പെട്ടവർ, ഈ അമ്മയോട് ബന്ധമുള്ള മക്കളെല്ലാം ഈശോയുടെ സ്വന്തക്കാരായി മാറുന്ന അനുഭവം നമുക്ക് പൂർണ്ണമായിട്ടും അനുഭവിക്കുവാൻ അമ്മയോടുള്ള സ്നേഹം നമ്മളെ സഹായിക്കും. ആ ഒരു ബോധ്യത്തിലാണ് എൻ്റെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. ഒരനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായിട്ട് അനുഭവിക്കുവാൻ അമ്മ മറിയത്തോടുള്ള ബന്ധവും അമ്മയോടുള്ള നിഷ്കളങ്കമായ സ്നേഹവും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ മനോഹരമായ ആത്മീയ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ, അതിലൂടെ അമ്മ മറിയത്തിൻ്റെ നാമത്തെ സ്തുതികീർത്തനമായി ഉയർത്തുവാൻ ദൈവം നൽകിയ കൃപയെ ഓർത്ത് നന്ദി പറയുകയും ഈശോയ്ക്ക് മുഴുവൻ മഹത്വം നൽകിക്കൊണ്ട് ഈ സ്തുതിഗീതമായി ഈ ഒരു പങ്കുവെക്കൽ അനേക ഹൃദയങ്ങളിൽ പരിശുദ്ധ മറിയത്തോടുള്ള നിഷ്കളങ്കമായ സ്നേഹം ഉയർത്തുവാൻ, അമ്മ മറിയത്തിൻ്റെ മഹത്വം ഉയർത്തി സ്വർഗത്തിൽ ഈശോയുടെ അടുത്തെത്താൻ അനേകർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിർത്തുന്നു. നന്ദി. യേശുവിൻ അമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ? ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ? യേശുവിൻ അമ്മേ മാതാവേ, അരുമസുതർക്ക്